ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനെക്സൽ ടെക്നോളജി. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് ക്യു എല്ലിനെ കുറിച്ചാണ്. എസ് ക്യു എൽ എന്താണ്, എസ് ക്യു എൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എസ് ക്യു എൽ എന്താണെന്ന് പറയാം. എസ് ക്യു എൽ എന്ന് പറയുന്നത് ഇന്നത്തെ ടെക് ഫീൽഡിൽ ഏറ്റവും പ്രാധാന്യം കൂടിയ ഒരു ലാംഗ്വേജ് ആണ് എസ് ക്യു എൽ. എസ് ക്യു എൽ അല്ലെങ്കിൽ നമുക്കതിനെ സീക്വൽ എന്നും പറയാം. ഇന്ന് നമ്മുടെ റീസെന്റ് ആയിട്ട് ഇപ്പൊ പൈത്തൺ, ആർ സ്റ്റുഡിയോ ഇതിനേക്കാളൊക്കെ പോപ്പുലാരിറ്റി കൂടി വരുന്ന ഒരു ലാംഗ്വേജ് ആണ് എസ് ക്യു എൽ. അപ്പൊ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് എസ് ക്യു എല്ലിന്റെ ഇൻട്രൊഡക്ഷൻ കാണാം. ഈ എസ് ക്യു എൽ എന്ന് പറയുന്ന ലാംഗ്വേജ് 1970s IBM കണ്ടുപിടിച്ച ഒരു ലാംഗ്വേജ് ആണ് എസ് ക്യു എൽ. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. എസ് ക്യു എൽ സ്റ്റാൻഡ്സ് ഫോർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതായത് എസ് ക്യു എല്ലിനെ നമ്മൾ പറയുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, അതാണ് എസ് ക്യു എല്ലിന്റെ ഫുൾ ഫോം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് റിലേഷണൽ ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് ക്യു എൽ യൂസ് ചെയ്യുന്നത്. യൂസിങ് എസ് ക്യു എൽ വി ക്യാൻ മാനേജ് ഡാറ്റ ഇൻ എ RDBMS. അതായത് റിലേഷണൽ ഡാറ്റാബേസുള്ള ഡാറ്റാസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് ക്യു എൽ യൂസ് ചെയ്യുന്നത്. SQL is pronounced as SQL or SQL. SQL എന്നോ SQL എന്നോ നമുക്ക് SQL നെ പറയാം, പ്രൊനൗൺസ് ചെയ്യാം. നമ്മൾ ഈ SQL മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റയെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ആ സ്റ്റോർ ചെയ്ത ഡാറ്റയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ആ ഡാറ്റയ്ക്ക് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ്, ആ ഡാറ്റയിൽ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്, ഡിലീറ്റ് അങ്ങനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SQL യൂസ് ചെയ്യുന്നത്. ഈ എസ് ക്യു എൽ ഇന്ററാക്ട് ചെയ്യുന്ന ഡാറ്റാബേസ് ഏതാണ്? റിലേഷണൽ ഡാറ്റാബേസ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഡാറ്റാബേസ് എന്ന് നോക്കാം. ഡാറ്റാബേസ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഡാറ്റ എന്താണെന്ന് നോക്കാം. ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി. അതായത് കുറെ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻസ്, നമ്മുടെ ഏജ്, ഫോൺ നമ്പർ, ഇതൊക്കെ ഇൻഫോർമേഷൻസ് അല്ലേ. ആ ഇൻഫോർമേഷൻസിനെയൊക്കെ നമുക്ക് ഡാറ്റയായി, നമ്മുടെ ഡാറ്റയാണ്, ഇൻഫോർമേഷൻ ആണ് ഡാറ്റ. ആ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ മെമ്മറി, അതാണ് നമ്മുടെ ഡാറ്റ. ഇനി നമുക്ക് ഡാറ്റ ബേസ് എന്താണെന്ന് നോക്കാം. A database is a systematic collection of data in an electronic system that allows data to be stored, easily accessed, manipulated and updated. അതായത് നമ്മൾ റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ്, എൻ്റെ SLC സർട്ടിഫിക്കറ്റ്സ്, SLC +2 ഡിഗ്രി, ഇങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ് അല്ലേ. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ എവിടെയാ വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മളൊരു ഫയലിലല്ലേ, നമ്മുടെ ഫയലിലാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ അത് ഒരു ഡാറ്റാബേസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മുടെ ഈ കളക്ഷൻ ഓഫ് ഡാറ്റാസ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പേസ് ആണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആ ഒരു സ്പേസ് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ, അതാണ് ഡാറ്റാബേസ്. അപ്പൊ എസ് ക്യു എല്ലിന്റെ കേസിൽ ഏതാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്? റിലേഷണൽ ഡാറ്റാബേസ് ആണ് എസ് ക്യു എൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്ഡേറ്റ് ചെയ്യാം, നമുക്കത് ഇൻസേർട്ട് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം ഈ ഡാറ്റാബേസിൽ നിന്ന്. അപ്പൊ നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസ്, അതിന് RDBMS എന്ന് പറയും. നോ SQL ഡാറ്റാബേസ്, ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ്, നെറ്റ്വർക്ക് ഡാറ്റാബേസ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ്, ക്ലൗഡ് ഡാറ്റാബേസ്, ഇതൊക്കെ ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ആണ്. ഇതിൽ SQL യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഡാറ്റാബേസിലാണ്. അപ്പോൾ ഡാറ്റാബേസും ഡാറ്റയും എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ, റിലേഷണൽ ഡാറ്റാബേസ് എന്താണെന്ന് നോക്കാം. റിലേഷണൽ ഡാറ്റാബേസ് ഡെഫിനിഷൻ നോക്കാം ഫസ്റ്റ്. A relational database is a type of database that store data in tables called relation made up of rows and columns. എന്താ ടേബിൾസിന് എന്താ റിലേഷൻസ് എന്ന് പറയാം. അതായത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ദാറ്റ് സ്റ്റോർഡ് ഡാറ്റ ഇൻ ടേബിൾ. ഡാറ്റകളൊക്കെ എന്തായിട്ട് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. മേഡപ്പ് ഓഫ് റോസ് ആൻഡ് കോളംസ്, എങ്ങനെയാ റോവും കോളവും ആയിട്ടുള്ള ഡാറ്റകൾ ഒരു ടേബിൾ ഫോമാറ്റിൽ സ്റ്റോർ ചെയ്യുന്നു നമ്മുടെ ഡാറ്റ. അതാണ് ടേബിൾ ഫോമാറ്റിലാണ് റിലേഷണൽ ഡാറ്റാബേസ് ഉണ്ടാകുന്നത്.
ഈച്ച് ടേബിൾ റെപ്രസെന്റ് വൺ എൻറ്റിറ്റി. എല്ലാ ടേബിൾസും വൺ എൻറ്റിറ്റി, അതായത് ഒന്നുകിൽ സ്റ്റുഡൻസ് ആകുമ്പോൾ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്, സ്റ്റുഡൻസിന്റെ ID, ദെൻ ഏജ്, കോഴ്സ്, അങ്ങനത്തെ കോളംസും അതിന്റെ റെക്കോർഡ്സ് റോസും ഉണ്ടാവും. നെക്സ്റ്റ്, ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടാബിൾസ് ആർ ഡിഫൈൻ യൂസിങ് കീസ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ 2-3 ടാബിൾസ് ഉണ്ടെന്ന് ചെയ്യാം. സ്റ്റുഡന്റിന്റെ ടാബിൾ ഒന്ന്, എംപ്ലോയീസിന്റെ ടാബിൾ ഒന്ന്. അപ്പൊ ഈ സ്റ്റുഡന്റിന്റെയും എംപ്ലോയീസിന്റെയും ടാബിൾ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കീസ്. ആ കീസ് അവിടെ നമ്മൾ ഫോറിൻ കീസും ഉണ്ട്, പ്രൈമറി കീസും ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സെഷനിൽ പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് റിലേഷണൽ ഡാറ്റാബേസിൽ വരുന്നത്. ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? റോവും കോളവും ആയിട്ടാണ് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ ഫോമിൽ. ഈച്ച് റോ ഈസ് കോൾഡ് എ റെക്കോർഡ്. എല്ലാ റോവും എന്താണ് പറയുന്നത്? റെക്കോർഡ്സ് ആണ്. റോസിനൊക്കെ നമുക്ക് റെക്കോർഡ്സ് ആയിട്ടാണ് പറയുന്നത്. ഈച്ച് കോളം ഈസ് എ ഫീൽഡ് ഓർ ആട്രിബ്യൂട്ട്. കോളത്തിന് നമ്മൾ ഫീൽഡ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് പറയും. ദെൻ യൂസസ് SQL, അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് റിലേഷണൽ ഡാറ്റാബേസിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ. ടാബിൾസ് ക്യാൻ ബി ലിങ്ക്ഡ് യൂസിങ് പ്രൈമറി കീ ആൻഡ് ഫോറിൻ കീ. ടാബിൾസ് എങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നത്? പ്രൈമറി കീ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോറിൻ കീ വെച്ചിട്ടോ ആണ്. കീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാബിൾസ് ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് SQL ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. SQL എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പൊ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനത്തെ ഒക്കെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സാധനം സെർച്ച് ചെയ്യുന്നത്, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ കമ്പനീന്റെ ഒരു ബ്രാൻഡിന്റെ ടീഷർട്ടോ വുമൺ ടീഷർട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നു. അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ ആ സഡൻ ആയിട്ട് എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടും. അതെന്തുകൊണ്ടാ? അതിന്റെ പിന്നിൽ എന്ന് വെച്ചാൽ SQL ആണ്. SQL നമ്മുടെ യൂസറും ഇപ്പൊ ആമസോൺ ആണ്, ആമസോൺ വെബ്സൈറ്റും ഈ ഡാറ്റാബേസും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൊണ്ടാണ് അവിടെ അത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് കാറ്റഗറൈസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SQL യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ അപ്ഡേറ്റ്, ഡിലീറ്റ്, അങ്ങനെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ ഡാറ്റ മാനിപ്പുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ SQL ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻസ്റ്റോളേഷൻ ഇതൊക്കെ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.